ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, എന്തുകൊണ്ട് സുന്നത്ത് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സുന്നത്ത് എന്ന പദം അർത്ഥമാക്കുന്നത് സബീൽ, ത്വരീഖ്, വഴി എന്നുള്ളതാണ്, മാർഗം. ഇവിടെ നമ്മുടെ സംസാരത്തിൽ അതിൻ്റെ സാങ്കേതിക ഭാഷ്യമാണ്. മാ ഉസിറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ ഔ വസ്ഫിൻ ഖൽഖിയ്യിൻ ഔ ഖുലുഖി. ഇതാണ് അതിന് ഒരു നിർവചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട, ഉദ്ധരിക്കപ്പെട്ട വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ഫുൻ ഖുലുഖി, സ്വഭാവപരമായ വിശേഷണം, ഔ ഖൽഖി അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള വിശേഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ, തിരുമൊഴി, തിരുമാതൃകകൾ, ഇതാണ് നമ്മുടെ സംസാര വിഷയം. അതെന്തുകൊണ്ട്? ഇപ്പോൾ വിശുദ്ധ വ്രതം, നോമ്പ്, ഇത് നമ്മൾ യഥാവിധം അനുഷ്ഠിക്കാൻ, ആചരിക്കാൻ സുന്നത്ത് അറിഞ്ഞേ മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ നോമ്പെടുത്തു? നോമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചൊല്ലി, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ വിട്ടുനിന്നു, നോമ്പിൽ സമ്മതിച്ചതെന്ത്, സമ്മതിക്കാത്തതെന്ത്, ഇതിന് നബിചര്യ അറിയൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ഖുർആൻ നോമ്പിൻ്റെ എല്ലാ മസാലകളും രീതികളും പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 4 ആയത്തുകളിൽ നോമ്പ് നിർബന്ധമാക്കിയതും നോമ്പെടുക്കാൻ കൽപ്പിച്ചതും പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ളതായ ചില മസാലകളും മാത്രമാണ് പരാമൃഷ്ടമായിട്ടുള്ളത്. വിശദമായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ നിന്നാണ് പഠിച്ചെടുക്കാനുള്ളത്, അത് പഠിച്ച് പ്രാവർത്തികമാക്കാനുള്ളത്. എല്ലാ ദീനീ വിഷയങ്ങളും അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെക്കുറിച്ച് കൽപ്പിച്ചു, സകാത്ത് കൊടുക്കാൻ പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ കൽപ്പിച്ചു. ഇതേപോലെ ദീനീ വിഷയങ്ങൾ നിയമമാക്കി, നിർബന്ധമാക്കി നിശ്ചയിച്ചു. പക്ഷേ വിശദമായ പ്രതിപാദ്യങ്ങൾ അതെങ്ങനെ, ഇപ്പം നിസ്കാരം തന്നെ വിശദമായിട്ട് 5 വക്ത് നിസ്കാരങ്ങളിലേക്കുള്ള സൂചനയുള്ളൂ. പക്ഷേ 5 വക്ത് നിസ്കാരം ഏതൊക്കെ, എത്ര റക്അത്ത് വീതം, അതെവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം, റുക്കുനുകൾ, വാജിബുകൾ, വാജികമായ സുന്നത്തുകൾ, പ്രാവർത്തികമായ സുന്നത്തുകൾ, അതൊക്കെ ഹദീസുകളിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ നിന്നാണ് പഠിക്കാനുള്ളത്. അതാണ് സുന്നത്തിൻ്റെ പ്രാധാന്യം, സുന്നത്തിൻ്റെ പ്രസക്തി, സുന്നത്തിൻ്റെ പ്രാമാണികത. അപ്പോൾ എന്തുകൊണ്ട് സുന്നത്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെയാണ്. നമുക്ക് യഥാവിധം, ഇപ്പം നമ്മൾ നോമ്പുകാരാണ്, നോമ്പിൻ്റെ
ഇപ്പം നോമ്പ് മുറിക്കാൻ സമയമായി. അപ്പം നോമ്പ് മുറിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ല ചൊല്ലി ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ദാഹം ശമിച്ചു, നാഡികളും ഞരമ്പുകളും ഈറനണഞ്ഞു, നനഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടു. അത് പ്രസ്താവനയാണെങ്കിൽ അത് പ്രാർത്ഥനയാണ്. അങ്ങനെ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ ദുആ ഇത് വിശുദ്ധ ഖുർആനിലല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ കാന യുഫ്തിറു അല റുതബാത്ത്, റുതബ് കാരക്ക ഉപയോഗിച്ച് നോമ്പ് തുറന്നിരുന്നു. ഫൈലം തകുൻ ഫ അല തമറാത്ത്, ആ കാരക്ക ഇല്ല എങ്കിൽ, റുതബ് കാരക്ക നമുക്കൊക്കെ അറിയാം, റുതബ് പച്ച കാരക്ക നന്നായി പഴുക്കുന്ന അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ അവസ്ഥ, അതില്ല എങ്കിൽ റുതബ് കാരക്ക ഇല്ലെങ്കിൽ തമ്ര ഉപയോഗിച്ചായിരുന്നു നോമ്പ് പറഞ്ഞിരുന്നത്. ഈ തമ്രും ഇല്ലെങ്കിലോ ഫഹസ ഹസവാത്തി മിനൽമ എന്നാണ്, ഏതാനും ഇറക്ക് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുമായിരുന്നു എന്നാണ്. ഇതൊന്നും വിശുദ്ധ ഖുർആനിലില്ല. പിന്നെയോ ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലാണുള്ളത്. ഇപ്പോൾ ഇടയത്തായത്തെക്കുറിച്ച് പറഞ്ഞു, സഹൂറിനെ കുറിച്ച് സുന്നത്തിലാണ് നമ്മൾ വായിക്കുന്നത്. തസഹറു, നിങ്ങളെ ഇടയത്തായം കഴിച്ചിട്ട് നോമ്പെടുക്കണം. ഫൈന ഫി സഹൂരി ബറക്കത്തുൻ, ഇടയത്തായത്തിൽ ബർക്കത്തുണ്ട്. ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, വേദക്കാർ നോമ്പെടുത്തിയിരുന്നു, നമുക്കും നോമ്പുണ്ട്. അവരുടെയും നമ്മുടെയും നോമ്പിനെ വേർതിരിക്കുന്ന ഘടകം സഹറിൽ പുലർച്ചയ്ക്ക് മുമ്പേ ഇടയത്തായം കഴിക്കലാണ്. നിഅമ സഹൂറുൽ മുഅ്മിൻ അതംർ, ഒരു വിശ്വാസിയുടെ സഹൂർ ഇടയത്താഴം അത് കാരക്കയാണ് എങ്കിൽ അത് എത്ര ഉത്തമമായ അത്താഴമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ഇതൊക്കെ എവിടെയുള്ളത്? സുന്നത്തിലാണുള്ളത്. അപ്പോൾ സുന്നത്തിൻ്റെ അനിവാര്യത, ആവശ്യകത, അതാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. അത് ജീവിതത്തിൻ്റെ ഏതേത് തുറകളിലും വിഷയങ്ങൾ വിശ്വാസപരമാകട്ടെ, ആരാധനാപരമാകട്ടെ, ഇടപാടുകൾ ക്രയവിക്രയങ്ങളാകട്ടെ, സ്വഭാവപരമാകട്ടെ, മര്യാദകളുമായി ബന്ധപ്പെട്ടതാകട്ടെ, പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഒക്കത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിത മാതൃക സൂക്ഷ്മമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇതിനു മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരുന്ന് വന്ന ഒരു സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നു. അങ്ങനെ ഭക്ഷണം നൽകി, കാരക്ക നൽകിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്ക തിന്നിട്ട് അതിൻ്റെ കുരു 2 വിരലുകൾക്കിടയിൽ, മധ്യവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിൽ ഇങ്ങനെ കാരക്ക തിന്നിട്ട് കുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടേക്ക് വെച്ചു വായിൽ നിന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് കുരു ഇട്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾ അവരുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ പകർത്തി നമുക്ക് പിൽക്കാലത്തേക്ക് ഉദ്ധരിച്ചു തന്നു. അതെന്തിന്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാൻ. അതേത് വിഷയങ്ങളിൽ? എല്ലാ ദീനീ വിഷയങ്ങളിലും, എല്ലാ വിഷയങ്ങളിലും, വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും മര്യാദയുടെയും പെരുമാറ്റത്തിൻ്റെയും കൊള്ളക്കൊടുപ്പിൻ്റെയും ഒക്കെ ഇടപാടുകളുടെ വിഷയത്തിലൊക്കെ ആ മാതൃകയുണ്ട്. ഒരു ചരിത്രം ഞാനിവിടെ അനുസ്മരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയങ്ങളിലൊക്കെയുള്ള മാതൃക മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തട്ടം അല്ലെങ്കിൽ മുണ്ട് വിരിച്ചു. എന്നിട്ട് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട്
അന്ന് കാലിൻ്റെ ഭാഗത്ത് തന്നെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് കിടന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉറങ്ങി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് പോവുകയാണ്. അതിനെക്കുറിച്ച് ആയിഷ പറയുന്നത് റളിയല്ലാഹു അൻഹ, ഫറൈസമാ വന്ന അന്നി റഖത്ത്, ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖദ റിദാഅഹു റുവൈദൻ, ശിരാവസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ എടുത്തു. വൻതാല റുവൈദൻ, പതിയെ ചെരുപ്പ് ധരിച്ചു. സുമ്മ ഖറജ വഅജാഫൽ ബാബ റുവൈദൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അജാഫഹു റുവൈദൻ എന്നാണ്, മെല്ലെ കതക അടച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറയിൽ നിന്ന് പോയി രാത്രി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഫഖിർതു അലൈഹി, അതോടുകൂടി എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രോഷം ഉണ്ടായി, ദേഷ്യം ഉണ്ടായി. ആ പോക്കിൽ ഒക്കെ മെല്ലെ. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, എനിക്ക് ഈ രോഷം ഉണ്ടായതോട് കൂടിയിട്ട് ഞാൻ ഫവദഅതു ഖിമാരി അലാ റഅസി വഖ്തമർതു വതഖന്നഅതു ഇസാരി, പെട്ടെന്ന് അവർ എന്ത് ചെയ്യാണ്, അവർ ശിരോവസ്ത്രം ധരിച്ച് മുണ്ടൊക്കെ എടുത്തതിന് ശേഷം അങ്ങനെ ഫഖറജ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടതിൻ്റെ പിന്നാലെ അവരും അറയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. എവിടുക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാത്രി പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നാലെ പോവാണ്. ഇങ്ങനെ അതും രോഷം ഇളകിയിട്ട് ദേഷ്യപ്പെട്ട്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുക്കാണ് പോണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻതലഖ പോയി ഹത്ത അത അൽ ബഖീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീയിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ഫഖാമ തവീലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീയിൽ ചെന്ന് അവിടെ കുറേ നേരം നിന്നു. വറഫഅ യദൈഹി സലാസൻ, 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി എന്നാണ്, ദുആ ചെയ്തു എന്നാണ്. ബഖീ ഖബർസ്ഥാനിൽ, ബഖീയിൽ മദീനയിലെ ബഖീ ഖബർസ്ഥാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അവിടെ ദീർഘനേരം നിന്നു. കൈ ഉയർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ദുആ ചെയ്തു എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അറയിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റ് ഭാര്യമാരുടെ അടുക്കലേക്ക് പോയതാണോ എന്നാണ് അവരുടെ ആലോചന വിഷയം. അതുകൊണ്ടാണ് അവർ ദേഷ്യപ്പെട്ടത്. അവർ പിന്നാലെ പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീയിലാണ് എത്തിയത്. എന്നിട്ട് അവർ പറയാണ്, 3 തവണ കൈ ഉയർത്തി ദുആ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മൻ ഹറഫ്, പിന്നെ അവിടുന്ന് തിരിഞ്ഞു. തിരിയുമ്പോൾ മുന്നിൽ ആരെ കാണും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി വന്ന ആയിഷയെ കാണും. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറയാണ്, തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നപ്പോൾ ഫൻഹറഫ്തു, ഞാനും തിരിഞ്ഞു. ഫഅസ്റഅതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സ്പീഡിൽ വന്നു, അപ്പോൾ ഞാനും സ്പീഡിൽ നടന്നു. ഫഹർവൽതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി, അപ്പോൾ ഞാനും ഓടി. ഫഹ്ദർതു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിച്ചു, അപ്പോൾ ഞാനും കുതിച്ചു. എവിടേക്ക്? ബഖീയിൽ നിന്ന് വീട്ടിലേക്ക്, ബഖീയിൽ നിന്ന് വീട്ടിലേക്ക്. അങ്ങനെ ഫസബഖ്തുഹു ഫദഖൽതു ഇല്ലാ അൻ ഇൽതജഅതു ദഖൽ എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടന്ന് ഞാനാണ് വേഗം എവിടേക്ക് എത്തിയത്? റൂമിലേക്ക് എത്തിയത്. റൂമിൽ കയറി ഉടനെ ഞാൻ കിടന്നു, വിരിപ്പിൽ കിടന്നു. കടന്നപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. കണ്ടോ, ഈ നടത്തവും ഓട്ടവും കുതിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഓടി വന്ന് വിരിപ്പിൽ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിടിക്കുന്നു, വയറ് വീർത്ത് മുട്ടുന്നു. ഒരാൾ ഓടി വന്നിട്ട് വിരിപ്പ് കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഇതാ കാണുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ കിടന്ന് കിതക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, യാ ആയിഷത്തു മാലക്കി ഹഷിയൻ റാബിയ, ആയിഷ എന്തേ പറ്റിയത്? എന്തേ ഇങ്ങനെ നെഞ്ചിടിക്കുന്നത്? എന്തേ വയറ് വീർത്ത് മുട്ടുന്നത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ലാ ഷൈ, ഒന്നുമില്ലാന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലതുഖ്ബിരീനി ഔ ലയുഖ്ബിറന്നി അൽ ലത്തീഫുൽ ഖബീർ, ആയിഷ
ഇപ്പം പറഞ്ഞോളി. അതില്ല എങ്കിൽ അൽ ലത്തീഫുൽ ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയും എന്ന് പറയാം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു എന്താ സംഭവിച്ചതെന്ന്. നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് കിടന്നു, ഞാൻ ഉറങ്ങിയിങ്ങനെ നിങ്ങൾ തിട്ടം വരുത്തിയതിന് ശേഷം മെല്ലെ ചെരുപ്പിട്ട് മെല്ലെ തട്ടം വലിച്ചെടുത്ത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കതക് മെല്ലെ അടച്ചു പോയപ്പോൾ എനിക്ക് രോഷം ഇളകി, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ടതാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൻതി സവാദുല്ലദീ റഅയ്തു അമാമി. അപ്പോൾ ഞാൻ ബഖീൽ നിന്ന് മടങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ കണ്ട ആ കറുത്ത രൂപം അത് നിങ്ങളായിരുന്നുവല്ലേ എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആയിഷ പറഞ്ഞു നഅം. പിന്നെ ഈ സംസാരം തുടരുകയാണ്, ഇതിനോടനുബന്ധിച്ചുള്ള സംസാരം പോവുകയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബനന്തി യാ ആയിഷ അൻ യഹീഫല്ലാഹു അലൈകി വ റസൂലു. ആയിഷ, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങളോട് ഒരന്യായം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്നോട് പ്രതികരിച്ചത്, മഹ്മാ യക്തമിന്നാസ് യഅലമുല്ലാഹ്. ജനങ്ങൾ എന്ത് മൂടി വച്ചാലും അള്ളാഹു അതറിയും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയാണ്, ജനങ്ങൾ എന്ത് മൂടി വച്ചാലും അത് അള്ളാഹു അറിയൂല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ പറയുകയാണ്, ഫലഹദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹദതൻ അലാ സദ്രി ഫഔജഅത്നി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മാറിൽ വിരൽ കൊണ്ടൊരു കുത്തുകുത്തി, അതെനിക്ക് വേദന ഉണ്ടാക്കി എന്ന് പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് ചോദിക്കുകയാണ്, യാ ആയിഷത്തു അവഖദ് ജാഅകി ശൈത്താനുകി. ആയിഷ, നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ ഷെയ്ത്താൻ വന്നോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ ഷെയ്ത്താൻ വന്നോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇതൊക്കെ ഒരു രാവിൻ്റെ നിറവിൽ, ഇരുളിൻ്റെ മറവിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഭാര്യയോടടുത്ത് നടന്ന ഒരു സംഭാഷണ വിഷയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ത്താൻ വന്നോ എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവമായ ഷെയ്ത്താൻ, എൻ്റെ കൂടെ ഷെയ്ത്താൻ ഉണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ കുല്ലി ഇൻസാനിൻ ഷെയ്ത്താൻ, എല്ലാ മനുഷ്യന്മാരെയും കൂടെ ഷെയ്ത്താനുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, വമാഅക്, നിങ്ങളെ കൂടി ഷെയ്ത്താനുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വമഅയ, എൻ്റെ കൂടി ഷെയ്ത്താനുണ്ട്. ഇല്ല അന്നല്ലാഹ ഖദ് അആനനി അലൈ, പക്ഷേ എൻ്റെ കൂടെ ഷെയ്ത്താനുണ്ടെങ്കിലും ആ ഷെയ്ത്താനെ അതിജയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഷെയ്ത്താൻ എന്നെ വഴികേടിലാക്കാനാവില്ല എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ആ ഷെയ്ത്താൻ ഇസ്ലാം ആശ്ലേഷിച്ചു എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ്. നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം, തിരിച്ചറിയ. ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് അന്വേഷിച്ച് രാത്രി പിന്നാലെ പുറപ്പെട്ടതാണ്. എത്ര വരെ പോയി? ബഖീ ഖർഖദ് വരെ പോയി ഭർത്താവിനെ നോക്കുകയാണ്, ഭർത്താവിനെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് തിരിച്ചു വന്ന് ഈ സംഭാഷണമൊക്കെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയുടെ ഈ പെരുമാറ്റത്തിൽ, ഈ ഒരു അന്വേഷണത്തിൽ, തന്നെ ചോദ്യം ചെയ്തതിൽ, തൻ്റെ പോക്കിനെ അവർ ചികഞ്ഞതിൽ ഒട്ടും പരിഭവപ്പെട്ടില്ല, ദേഷ്യപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മാന്യമായ രീതിയിൽ പെരുമാറി പറഞ്ഞു കൊടുത്തു, വിഷയം കൈകാര്യം ചെയ്തു. ഇതിനൊക്കെയാണ് തിരിച്ചറിയ നമ്മൾ പഠിക്കുന്നത്. തീർന്നില്ല ഇതിൻ്റെ വിഷയം. ഞാൻ ഇത് പറയാനല്ല ഇത് കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഭാര്യയോട് പറയാണ്, ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ കിടന്നതിന് ശേഷം, നിങ്ങൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് പോയത്? മലക്ക് ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്, ബഖീ ഖബർസ്ഥാനിൽ പോയി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാൻ, അവർക്ക് സലാം ഓതാൻ. അത് പറഞ്ഞത് കാരണത്താലാണ് ആയിഷ ഞാൻ എഴുന്നേറ്റ് ബഖീയിലേക്ക് പോയത് എന്ന് ഭാര്യയോട് തൻ്റെ ഒഴിവ് കഴിവ് പറഞ്ഞ് ഭാര്യയെ ആശ്വസിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മളിവിടെ തിരിച്ചറിയയിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അത് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ പോയത് ഇന്നതുകൊണ്ടാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു, ഇൻ സുർത്തുഹും ഫമാദാ അഖൂൽ, ഞാനും അവരെ സിയാറത്ത് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ എന്താണ് ചൊല്ലുക, ഞാൻ എന്താണ് പറയുക? ആരെ സിയാറത്ത് ചെയ്യുകയാണ് എങ്കിൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ, മഖ്ബറയിൽ സിയാറത്ത് ചെയ്യാൻ പോയാൽ ഞാൻ എന്ത് ചൊല്ലണം എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്. അപ്പോഴാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഅഖിരീൻ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ. ഖബർസ്ഥാനിൽ ചെന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നടത്തേണ്ട ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ആയിഷക്ക്. അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, വിശ്വാസികളായി മുസ്ലിമീങ്ങളായി ഈ ഖബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ സലാം, സമാധാനവും സുരക്ഷയും പെയ്തിറങ്ങുമാറാകട്ടെ. യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഅഖിരീൻ, നമ്മളിൽ പൂർവികർ, പിൽക്കാലക്കാർ എല്ലാവരിലും അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷിക്കുമാറാകട്ടെ. ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മളും നിങ്ങളോടൊത്ത് വന്നണയുന്നവരാണ്, വന്നു ചേരുന്നവരാണ് എന്ന അർത്ഥമുള്ള ഈ ദുആവചനം, സലാമിൻ്റെ വചനം ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയെ പഠിപ്പിച്ചത്. നോക്കണം, ഈ രാത്രി നടന്ന ഈ ഒരു സംഭവം, ആ സംഭവത്തിൻ്റെ തുടർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇണയെ പഠിപ്പിച്ച ഈ ഒരു ദുആ, ഖബർ സിയാറത്തിൻ്റെ മര്യാദ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഞാൻ ഈ ഒരൊറ്റ സംഭവം ഉദ്ധരിച്ചത്, ഇതിൽ എന്തൊക്കെ വിഷയങ്ങൾ, ഇതിൽ വിശ്വാസപരം, ആരാധനാപരം, ദുആയുമായി ബന്ധപ്പെട്ട്, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ പെരുമാറ്റങ്ങൾ തുടങ്ങി എന്തൊക്കെ മസ്അലകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയിൽ നമ്മൾ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന വിഷയമാണ്. അതിൽ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്തു. അതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടപ്പറയിൽ നിന്ന് ഉണർത്തി, അല്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് വിളിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുന്നത് ഖബർ സിയാറത്ത് ചെയ്യാൻ. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അവിടെ ദീർഘനേരം നിന്നു. 3 തവണ കൈ ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ഖബർ സിയാറത്ത് ഇതിനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും ഖബർ സിയാറത്ത് ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചൊല്ലണം എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ വചനം പഠിപ്പിച്ചു നൽകി. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചര്യയിൽ സ്വാധീനിക്കപ്പെട്ട് ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഇമാം മുസ്ലിമും ഇമാം അഹ്മദും അബ്ദുല്ലാ ഇബ്നു അബി മുലൈക്കയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാ ഇബ്നു അബി മുലൈക്ക പറയുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ മഖ്ബറയിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ മിൻ ഐന അഖ്ബൽതി, ഉമ്മുൽ മുഅ്മിനീൻ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, മിൻ ഇൻദി ഖബരി അഖി അബ്ദുറഹ്മാൻ ഇബ്നി അബി ബക്കർ, എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കറിൻ്റെ ഖബറിൻ്റെ അടുത്തിൽ നിന്ന് വരികയാണ് ഞാൻ എന്ന് പറഞ്ഞു എന്ന് ആയിഷ റളിയല്ലാഹു തആല. അപ്പോൾ അബ്ദുല്ലാ ഇബ്നു അബി മുലൈക്ക പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് വിരോധിച്ചിട്ടില്ലേ? അപ്പം മഹദി പറയുകയാണ്, അത് ആദ്യകാലത്തായിരുന്നു, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്തിനെ അനുവദിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട് എന്ന് മഹദി പറഞ്ഞു എന്നാണ് ഇമാം മുസ്ലിമിൻ്റെയും അതേപോലെ മുസ്നദിൽ ഇമാം അഹ്മദിൻ്റെയും നിവേദനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം നമ്മൾ പ്രത്യേകം പഠിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ സിയാറത്ത് ചെയ്തു. എന്തിന്? ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കാനും അവർക്ക് സലാം ഓതാനും
ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യയെ വരെ പഠിപ്പിച്ചു. എന്നിട്ട് എന്ത് ദുആ ചെയ്യണം, എങ്ങനെ സലാം ഓതണം എന്നുള്ളത് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അത് ഈ വിഷയങ്ങളിലൊക്കെ പഠിച്ച് അത് നമ്മൾ പ്രാവർത്തികമാക്കുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ ഇന്നൊക്കെ ഖബറുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ദീനിന് ഒരിക്കലും നിരക്കാത്ത, ദീനിൻ്റെ ഏഴരികിലൂടെ വഴി നടക്കാൻ യോഗ്യമല്ലാത്ത പല പ്രശ്നങ്ങളാണ്, വിഷയങ്ങളാണ് ഇന്ന് ഖബർ സിയാറത്ത് എന്ന പേരിൽ പല ഖബറുകളുടെയും പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അത് നിർലോഭം നടക്കുന്ന പല ഖബറുകളും, അത് മഹത്തുക്കളുടെ ഖബറിടങ്ങൾ എന്ന പേരിൽ നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വായിക്കുകയാണ്. അവിടെ നടക്കാത്തതൊന്നുമില്ല. ക്ഷേത്ര നടകളിലും അതേപോലെ ക്ഷേത്രമുറ്റങ്ങളിലും നടക്കുന്നതൊക്കെയും ഖബറുകളുടെ പരിസരങ്ങളിലേക്ക് വന്ന് അത് സജീവമാകുന്ന ദുരന്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിക്ക് എല്ലാ വിഷയത്തിലും മാതൃകയാണ്, എല്ലാ വിഷയത്തിലും മാതൃകയാണ്. ആ തിരുമാതൃക അത് പഠിച്ച് നമ്മൾ പ്രയോഗവൽക്കരിച്ചിരുന്നുവെങ്കിൽ ഇത്തരം അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ബലിയാടുകളാകുമായിരുന്നില്ല മുസ്ലിം സമൂഹം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തൻ്റെ ഖബറിൻ്റെ വിഷയത്തിൽ ദുആ ചെയ്തു. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, സഹിഹായ ഹദീസാണ്. എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതെന്തിനാ? തൻ്റെ വിയോഗശേഷം ആളുകൾ ഖബറിനെ ആരാധിക്കാവുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതികൂലമാകുന്നൊരു വിഷയമല്ല. എന്നിട്ടും എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്ന് ദുആ ചെയ്തത്? നമുക്കുള്ള മുന്നറിയിപ്പാണ്, ഉമ്മത്തികൾക്കുള്ള മുന്നറിയിപ്പാണ്. ഖബറുകൾ ആരാധിക്കപ്പെടുന്ന ഇടമാക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ്. ലാ തുജസ്സസുൽ ഖുബൂർ, ഖബറുകൾ കുമായം അല്ലെങ്കിൽ സിമൻ്റ് ഇടപെടരുത്. വലാ യുബ്ന അലൈഹ, ഖബറിന്മേൽ എടുപ്പുണ്ടാകരുത്. വലാ യുസാദു അലൈഹി, ഉള്ള ഖബർ വലിപ്പം കൂടരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുജസ്സസൽ ഖുബൂർ, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. അതിൽ ചില നിവേദനങ്ങളിൽ വ അൻ യുക്തബ അലൈഹ, ഖബറിന്മേൽ എഴുതുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. വ അൻ തൂത, ഖബറിന്മേൽ ചവിട്ടുന്നത് വിരോധിച്ചു എന്നൊക്കെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതെല്ലാം ഖബറിൻ്റെ പരിസരങ്ങളിൽ, ഖബറിടങ്ങളിൽ ചെയ്യുന്ന ഒരവസ്ഥ പിൽക്കാലങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തൻ്റെ ഖബറിൻ്റെ വിഷയത്തിൽ ദുആ ചെയ്തപ്പോൾ കവി പറയുകയാണ്, എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന ബിംബമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ ആ ദുആക്ക് ഉത്തരം നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ 3 ചുമരുകൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭദ്രമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ തൊടാനോ അവിടെ മണ്ണ് വാരാനോ അവിടെ ജാറം മൂടാനോ അതിനരികിൽ വിളക്ക് വെക്കാനോ അവിടെ പുകയിക്കാനോ ഒന്നും അവസരം കൊടുക്കാത്ത വിധം അല്ലാഹു 3 ചുമരുകൾക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ ഭദ്രമാക്കി എന്നാണ് കവി പറയുന്നത്. ഫഅഹാത റബ്ബുൽ ആലമീന ദുആഅഹു ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി എന്ന്. അത് ആ ദുആ അതിൻ്റെ ഉത്തരമായിട്ടാണ് എന്ന് കവി പറയുകയാണ്. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, സുന്നത്ത് അതെല്ലാ മേഖലകളിലേക്കും, എല്ലാ നമ്മുടെ ജീവിത തലങ്ങളിലേക്കും വെളിച്ചമാകുമാർ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ചരിത്രം പറഞ്ഞില്ലേ, അതിലെന്തൊക്കെ നമ്മൾ വായിച്ചു അതേപോലെ. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ വാച കർമ്മണ
ഉൾക്കൊണ്ട് തിരുചര്യകളെ പഠിച്ച് അതിൽ നമ്മൾ തൃപ്തിപ്പെടുക, പരിമിതപ്പെടുക എന്നാണ് എനിക്ക് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജ്ലിസിൽ, ഒരു വിരുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പങ്കെടുക്കാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ നാഥൻ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു ഇരുലോകത്തും നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെ അഭിമാനങ്ങളെയും ആദർശങ്ങളെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോബികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു അവരെയും നമ്മളെയും ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ويمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.